ഹലോ ഹായ് നമസ്തേ, ഞാൻ ആതിര, ആദി ക്രിയേഷൻസിലെ നിങ്ങളുടെ ആദി. ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒരു ലിവർ ഫ്രൈ ഉണ്ടാക്കാന്ന് കരുതി. ഞാൻ അതിന് 1/2 കിലോ ബീഫിന്റെ ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി, ചില്ലി ഫ്ലെക്സ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സ്പൈസസ്, കറിവേപ്പില, ഓയിൽ എന്നിവ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവറിലോട്ട് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 1 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, 2 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ധാരാളമായിട്ട് ഈ കറിയിലോട്ട് വേണം കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഗരം മസാലയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ കൈവച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ കുക്കറിലിട്ടിട്ട് വിസിൽ വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് 2 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 2-3 ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 4 വിസിലിനെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. അതിന്റെ വെള്ളം ഞാൻ തനിയെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവും. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഓൾ സ്പൈസസ് ഞാൻ ഇതിലിട്ടിട്ട് പൊട്ടിക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലമാണ്, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതിന്റെ ഒരു സ്മെല്ല് മാറി വരുന്നവരെ, നല്ലൊരു ഫ്ലേവർ വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ഉള്ളി ആഡ് ചെയ്തു, കറിവേപ്പില ആഡ് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള, അതായത് ഇതിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്യാണ്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. കുറച്ച് ജീരകം ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ലെമൺ ഞാൻ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, ആ ലിവറിന്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 4-5 വട്ടിങ്ങനെ പ്രാവശ്യം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സോ നമ്മളുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് ആയിട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ചോറിന്റെ കൂടെയൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് ശരിക്കും ഉച്ചയ്ക്ക് റൈസിന്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാതിരുന്നത് കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോ നമ്മൾ അടുത്ത വട്ടി കാണുന്നവരേക്കും ബൈ.